ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എർത്തിങ് ആണ്. പ്ലേറ്റ് എർത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ പൈപ്പൊന്നും ആഡ് ചെയ്യണില്ല. പ്ലേറ്റും കോപ്പറിൻ്റെ സ്ട്രിപ്പും മാത്രം വെച്ചിട്ടുള്ളൊരു എർത്തിങ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത്ത് കൂടുതലുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറേശ്ശായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിപ്പിൽ നമ്മൾ ഇതിൽ ഈ ലെഡ് പൂശുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ലെഡ് ഇതാണ്, സോൾഡറിങ് ലെഡ് പേസ്റ്റ് എന്നാണ് അതിന് പറയുക. 1450 രൂപയാണ് 1/2 കിലോ പേസ്റ്റിന് വരുന്നത്. അപ്പോൾ ആ പേസ്റ്റ് നമ്മൾ ഈ പ്ലേറ്റിൽ, ഈ കോപ്പർ ബോണ്ടിങ് പ്ലേറ്റിൽ 2 സൈഡിലും നമ്മൾ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് വെച്ചിട്ട് ഹീറ്റാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഗ്യാസ് വെച്ച് ഹീറ്റാക്കി കഴിഞ്ഞിട്ട് നട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാണ്. ഇത് കുറച്ച് ലെങ്ത്ത് ഉള്ള ഒരു എർത്തിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പൂർണ്ണമായിട്ടുള്ളൊരു പ്ലേറ്റ് എർത്തിങ് അല്ല, അതുകൊണ്ടാണ് നമ്മളിത് വിശദീകരിച്ച് പറയുന്നത്. സ്ട്രിപ്പ് മാത്രം കൊടുത്തുകൊണ്ട് പൈപ്പൊന്നുമില്ലാതെ നമ്മളൊരു സപ്പോർട്ടിങ് പൈപ്പ് മാത്രം PVC കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ആ സോൾഡറിങ് പെയിൻറ്റ് വരുന്നത്. നല്ല കട്ടിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഇത് കുലുക്കിയാലൊന്നും ലൂസാവില്ല, ഷെയ്ക്ക് ചെയ്താലൊന്നും ലൂസാവില്ല. നമ്മൾ ശരിക്കും നല്ല ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഇട്ടിട്ട് ഇത് പേസ്റ്റാക്കി എടുക്കണം. അതല്ലെങ്കിൽ ഇത് അടിയിൽ കട്ടയായി ഊറിക്കിടക്കുകയാണ്. നല്ലോണം പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഒരു ബ്രഷിൽ, ഒരു തുണിയിലോ അല്ലെങ്കിൽ കോട്ടണിലോ ബ്രഷിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഗ്യാസ് വെച്ചിട്ട് ഹീറ്റാക്കുക. ഹീറ്റാക്കുമ്പോൾ ഇതേമാതിരി ഉരുകിയിട്ട് അതിൻ്റെ ലെഡ് അതിൽ പിടിച്ച് നിൽക്കും. പിന്നെ ഇതാണ് നമ്മളിവിടെ ഒരു 1.25 പൈപ്പ് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു 12ൻ്റെ ഡ്രില്ല് വെച്ച് ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം കൊടുക്കാൻ മാത്രം വേണ്ടിയിട്ടുള്ളൊരു സോഴ്സായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് എർത്തിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എർത്ത് നമ്മൾ ഏകദേശം നമുക്കൊരു 2.5 മീറ്റർ പൊക്കം ടോപ്പ് വരുമ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റ് 2.5 മീറ്റർ, 2.40. കാരണം അതിൻ്റെ അടി കല്ലാണ്, പാറയല്ല ചെങ്കല്ല്. അപ്പോൾ മാക്സിമം നമ്മൾ താത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ കരിയാണ്. എർത്തിനായിട്ട് ഉള്ള കരി നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ കരി പല തരത്തിലാണ് കിട്ടുന്നത്, പൊടി, അതിൻ്റെ മീഡിയം, മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കരിയാണ് ഇതിലേക്ക് ഇടുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും. ഇപ്പോൾ ഈ 2 സാധനങ്ങളാണ് നമ്മളെ മണ്ണിൽ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണിത്. കരി, അതല്ലെങ്കിൽ സോഡിയം, ഉപ്പ്. അപ്പോൾ ചിലവർ പറയും ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പ് ദ്രവിച്ചു പോവും, അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതിൽ പൈപ്പേ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കോപ്പറും അതുപോലെ ഈ പ്ലേറ്റും കോപ്പർ ബോണ്ടിങ് പ്ലേറ്റുമാണ്. അപ്പോൾ നമ്മൾ കരി പ്രോസസ്സിങ്ങിനായിട്ട് നമ്മൾ ഈർപ്പം നിലനിർത്താനായിട്ടുള്ള ആ പ്രോസസ്സിങ്ങൊക്കെ അടിയിൽ ചെയ്ത്, പിന്നെ നമ്മൾ കുറച്ച് ലൂസ് മണ്ണാണ്, ആ ലൂസ് മണ്ണ് വാരിയിട്ട് കുറച്ച് തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സ്, നമ്മൾ കോപ്പർ ബോണ്ടിങ് മിക്സ് ഒന്നും നമ്മളിതിൽ കൊടുത്തിട്ടില്ല. കാരണം നാച്ചുറലായിട്ടുള്ള ആ കരിയും ഉപ്പും കൊടുത്തതുകൊണ്ട് പിന്നെ ഇനി ഇതിൻ്റെ ടോപ്പിലെ നമ്മളെ പ്രോസസ്സിങ് മാത്രമേ ഇനി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 1.25 നമ്മൾ പൈപ്പിലേക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഉള്ളത്. പിന്നെ അടുത്തൊരു ഇതും കൂടി വരുന്നുണ്ട്. ആ കോപ്പർ ഇതിന് നേരത്തെ ഇതൊന്ന് ജോയിൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും നമ്മൾ ഇതുമാതിരി ഈയം പൂശണം. 2 സൈഡിലും പൂശിയാൽ ഒരു സൈഡ് ഹീറ്റാക്കിയാൽ മതി. 2 സൈഡ് ഒരേമാതിരി ഉരുകിയിട്ട് ലെഡ് പിടിക്കും. അത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച ആ സ്ട്രിപ്പും കൂടി ഈ 10ൻ്റെ നട്ടും ബോൾട്ടും SS ആയിരിക്കണം കേട്ടോ. SS-ൻ്റെ നട്ടും ബോൾട്ടും ഇട്ടിട്ട് കറക്റ്റായിട്ട് നമ്മൾ നല്ല ടൈറ്റ് ചെയ്യുക, മാക്സിമം ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ടൈറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഒരു ടോർക്ക് റിഞ്ചാണ്. അപ്പോൾ ടോർക്ക് റിഞ്ചാകുമ്പോൾ അതിൻ്റെ മാക്സിമം ടൈറ്റിൽ നമുക്കിത് ടൈറ്റ് ചെയ്യാം. സൈഡിലിട്ട് എന്തെങ്കിലും പിടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ചെക്ക് നട്ടൊക്കെ ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇനി ക്ലാവൊന്നും പിടിക്കില്ല. അപ്പോൾ ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഞാൻ മുമ്പത്തെ ഇതിൽ കാണിച്ചു തന്നിരുന്നു. ആ ക്ലാവ് പ്ലേറ്റിംഗ് സോൾഡർ ലെഡ് ചെയ്യാത്തതും ലെഡ് ചെയ്തതുമായിട്ടുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തന്നിരുന്നു. ടോർക്ക് റിഞ്ച് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ അത്രയും നല്ല ടൈറ്റിൽ അവിടെ കയറി നിൽക്കും. പിന്നെ അതൊരിക്കലും ലൂസാവില്ല. നല്ല കണ്ടക്ടിവിറ്റി തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇത് രണ്ടാമത്തെ എർത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ രണ്ട് എർത്താണ്. നമ്മളിവിടെ 3 ഫേസ് കണക്ഷനാണ്. ഏകദേശം 5 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് എർത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 എർത്ത് നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലിങ്ക് എർത്തുകൾ ഇനി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് സ്ട്രിപ്പാക്കാൻ കാരണം. ഇനിയൊരു 4-5 എർത്ത് ലിങ്ക് ഇതിലേക്ക് 10ൻ്റെ കോപ്പർ കമ്പി വന്നിട്ട് ഇതിലേക്ക് കണക്റ്റ് ആവാനുണ്ട്. അപ്പോൾ ചിലവർ ചോദിക്കും, എന്താ വെച്ചാൽ ഇത്ര വലിയ എർത്തൊക്കെ എന്തിനാണ് ഒരു വീടിനെന്ന് ചോദിക്കും. ഇത് ഹോം സ്റ്റേ ആണ്, വീടല്ല. പക്ഷേ ഹോം സ്റ്റേ ആണെങ്കിൽ കൂടിയിട്ട് ഓരോരോ ഭാഗത്തുനിന്ന് ഓരോരോ എർത്തുകൾ വരാനുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് അങ്ങനെ പല എർത്തുകളായിട്ട് നമുക്ക് കുഴിയെടുക്കാൻ കഴിയില്ല. പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പല ഭാഗത്തു നിന്നുള്ള എർത്തുകൾ വന്നിട്ട് ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതും ഇതേപോലെയാണ് കണക്ട് ചെയ്യുക. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും നമ്മൾ എർത്തിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ എർത്ത് പരമാവധി മാക്സിമം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി നമുക്ക് കിട്ടുന്ന ആ ഉള്ളിത്തോട് പൈപ്പ് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു എർത്ത് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ മിനിമം 1.5 ഇഞ്ചിൽ ബി ക്ലാസ് പൈപ്പ് എടുത്തിട്ട് ചെയ്യുക. ആ നീല കളറടിച്ച പെയിൻറ്റ്, അതാണ് ബി ക്ലാസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സി ക്ലാസ് ആണെങ്കിൽ കുറച്ചുകൂടി ഉത്തമമാണ്. പക്ഷേ ബി ക്ലാസ് ആണ് ബോർഡൊക്കെ പറയുന്നത് ബി ക്ലാസ് ആണ്. അതുകൊണ്ട് ബി ക്ലാസ് 2.5 മീറ്റർ പൈപ്പ് എടുത്ത് ചെയ്യുക. അതുമാതിരി കോപ്പർ സ്ട്രിപ്പ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.